നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രയേലും അമേരിക്കയും അതിശക്തമായ ആക്രമണങ്ങൾ തുടരുമ്പോഴും ഇപ്പോഴും ഇറാൻ പ്രത്യാക്രമണങ്ങൾ നടത്തുന്നു. അതാണ് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നത്. രക്തസാക്ഷികളുടെ രക്തത്തിന് പ്രതികാരം ചെയ്യാൻ ഞങ്ങൾ മറക്കില്ല എന്നാണ് ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി പറയുന്നത്. ഇറാൻ ഒരിക്കലും പിന്മാറില്ല, പൂർണ്ണശക്തിയോടെ പ്രതിരോധിക്കും. ആയത്തുള്ള അലി ഖമനേയിക്ക് വേണ്ടി മാത്രമല്ല, യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഓരോ പൗരനു വേണ്ടിയും പ്രതികാരം ചെയ്യും. മുജ്തബ ഖമനേയിയുടെ ഈ പ്രസ്താവന ഇറാനിയൻ ടെലിവിഷനാണ് പുറത്തുവിട്ടത്. പശ്ചിമേഷ്യയിലെ യുദ്ധക്കെടുതി ഉടനൊന്നും അവസാനിക്കില്ല എന്ന സൂചന തന്നെയാണിപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഹോർമുസ് കടലിടുക്ക് ഇപ്പോഴും ഇറാന്റെ നിയന്ത്രണത്തിൽ തന്നെ. ഇറാന്റെ വൈദ്യുത എണ്ണ ഗ്യാസ് ഉൽപാദന കേന്ദ്രങ്ങളെ ഇനിയും ആക്രമിച്ചാൽ ഗൾഫിലാകെ ഊർജോൽപാദന കേന്ദ്രങ്ങൾ തകർക്കുമെന്നാണ് പുതിയ ഭീഷണി. യുദ്ധം തുടങ്ങാൻ എളുപ്പമാണ്, എന്നാൽ കുറെ ട്വീറ്റ് ഇട്ടുകൊണ്ട് അതിനെ ജയിക്കാൻ കഴിയില്ല. ട്രംപിനെ പ്രകോപിപ്പിച്ചും പരിഹസിച്ചും ഇറാൻ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥൻ അലി ലാരിജാനി രംഗത്തെത്തി. യുദ്ധം തുടങ്ങിയതോർത്ത് ട്രംപ് ദുഃഖിക്കും എന്നാണ് ഇറാൻ സൈനിക മേധാവി പറയുന്നത്. ഹോർമുസ് കടൽ വഴി കടന്നുപോകുന്ന കപ്പലുകൾക്ക് US നേവി എസ്കോർട്ട് നൽകുമെന്ന് നേരത്തെ ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ ഇതിനു പോലും ഇനിയും US സജ്ജമായിട്ടില്ല. ഫലത്തിൽ ഹോർമുസ് വഴിയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചു കഴിഞ്ഞു. ഹോർമുസ് അടച്ചിട്ടുകൊണ്ടുണ്ടാകുന്ന ആഗോള പ്രതിസന്ധി ഉയർത്തിക്കാട്ടി യുദ്ധം അവസാനിപ്പിക്കാൻ ശത്രുവിനെ സമ്മർദ്ദത്തിലാഴ്ത്തുന്ന തന്ത്രമാണ് ഇറാൻ പയറ്റുന്നത്. മുജ്തബ ഖമനേയി ജീവനോടെയുണ്ട് എന്ന് ട്രംപ് സമ്മതിച്ചു. മുജ്തബ ഏതെങ്കിലും രൂപത്തിൽ ബാക്കിയുണ്ടാവാം എന്നാണ് ട്രംപ് പറഞ്ഞത്. മുജ്തബ ഖമനേയിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ലോകമെമ്പാടും അഭ്യൂഹങ്ങൾ പടരുന്നതിനിടയിൽ അദ്ദേഹം ജീവനോടെയുണ്ട് എന്ന് താൻ വിശ്വസിക്കുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. ഒരുപക്ഷെ പരിക്കേറ്റ് അവശനായ നിലയിലായിരിക്കാം മുജ്തബ ഖമനേയി. ഏതെങ്കിലും രൂപത്തിൽ അദ്ദേഹം ജീവനോടെ ഉണ്ടാവാം. ഫെബ്രുവരി 28-ന് മുജ്തബയുടെ പിതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ട US-ഇസ്രയേൽ ആക്രമണത്തിൽ മുജ്തബയ്ക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. നിലവിൽ അദ്ദേഹം കോമയിലാണ് എന്ന് റിപ്പോർട്ടുകൾ. മുജ്തബ ഖമനേയിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നത്. ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ ഒരു കാൽ നഷ്ടപ്പെട്ടു. വയറിനും കരളിനും മാരകമായ പരിക്ക് സംഭവിച്ചു. നിലവിൽ ടെഹ്റാനിലെ സിന യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ അതീവ സുരക്ഷയിലാണ് അദ്ദേഹം ചികിത്സയിൽ കഴിയുന്നത്. ഇറാനിയൻ അധികൃതരും ഖമനേയിക്ക് പരിക്കേറ്റ വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട്. സൈപ്രസിലെ ഇറാൻ അംബാസഡർ അലി റസ സലാരിയൻ പറയുന്നതനുസരിച്ച് ഖമനേയിയുടെ കൈകൾക്കും കാലുകൾക്കും ഗുരുതരമായ പരിക്കേറ്റു. അധികാരം ഏറ്റെടുത്തതിനു ശേഷം ഇതുവരെ മുജ്തബ ഖമനേയി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇപ്പോഴും പ്രിസിഷൻ ആക്രമണങ്ങൾ നടത്താൻ ഇറാന് കഴിയുന്നു. ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളിൽ മിസൈലുകളുടെ ലക്ഷ്യപ്രാപ്തിയും കൃത്യതയും വർദ്ധിപ്പിച്ചതാണ് ഇപ്പോൾ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നത്. ഇത് ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചു. മിസൈലുകളുടെ കൃത്യത വർദ്ധിപ്പിക്കുന്നതിനായി ഇറാൻ ചൈനയുടെ ബെയ്തു നാവിഗേഷൻ സിസ്റ്റമാണ് ഉപയോഗപ്പെടുത്തുന്നത്. അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള GPS-ന് ബദലായി ചൈന വികസിപ്പിച്ചെടുത്ത ഈ സാങ്കേതിക വിദ്യ ഇറാനിയൻ മിസൈലുകൾക്കും ഡ്രോണുകൾക്കും ലക്ഷ്യസ്ഥാനങ്ങൾ കൂടുതൽ കൃത്യതയോടെ കണ്ടെത്താൻ കഴിയുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങളിൽ GPS സിഗ്നലുകൾ പലപ്പോഴും തടസ്സപ്പെടുന്നു. എന്നാൽ ബെയ്തു നൽകുന്ന സുരക്ഷിതമായ ആശയവിനിമയ മാർഗങ്ങളാണ് ഇറാന് കൃത്യതയോടെ ആക്രമിക്കാൻ കൂടുതൽ കരുത്ത് പകരുന്നത്. അമേരിക്കയുടെ ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റത്തിന് പകരമായി ചൈന വികസിപ്പിച്ചെടുത്ത നാവിഗേഷൻ സംവിധാനമാണ് ബെയ്തു. 1990-കളുടെ അവസാനത്തിൽ നടന്ന 3-ാം തൈവാൻ കടലിടുക്ക് പ്രതിസന്ധിയുടെ കാലത്താണ് ചൈന സ്വന്തമായി നാവിഗേഷൻ സംവിധാനം വികസിപ്പിച്ചെടുത്തത്. യുദ്ധസമയങ്ങളിൽ പലപ്പോഴും അമേരിക്ക GPS സേവനങ്ങൾ നിഷേധിച്ചേക്കാം എന്ന പേടിയാണ് ഇത്തരമൊരു സാങ്കേതിക വിദ്യ വളർത്തിയെടുക്കാൻ ചൈനയ്ക്ക് പ്രേരകമായത്. ഭൂമിയുടെ വിവിധ ഭ്രമണപഥങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഉപഗ്രഹങ്ങളാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ അപ്പോൾ നൽകുന്നത്. ശത്രുക്കൾ GPS സിഗ്നലുകൾ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ബെയ്തുവിന്റെ എൻക്രിപ്റ്റ് ചെയ്ത സിഗ്നലുകളും ആധികാരികത ഉറപ്പുവരുത്തുന്ന സംവിധാനങ്ങളും ഇലക്ട്രോണിക് യുദ്ധമുറകളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ അവരെ സഹായിക്കും. ചൈനയുടെ ബെയ്തുവിന് സമാനമായി റഷ്യയ്ക്കും യൂറോപ്പിനും സ്വന്തം ഉപഗ്രഹ നാവിഗേഷൻ സംവിധാനങ്ങളുണ്ട്. തങ്ങൾ ഒരു സംവിധാനത്തെ മാത്രം ആശ്രയിക്കുന്നില്ല. GPS, റഷ്യയുടെ ഗ്ലോനോസ്, യൂറോപ്പിന്റെ ഗലീലിയോ എന്നിവയുൾപ്പെടെ എല്ലാ സാധ്യതയും ഉപയോഗിക്കുന്നുവെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഇറാനിയൻ ജനത ഭരണകൂടത്തെ അട്ടിമറിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. നിങ്ങൾക്കൊരാളെ വെള്ളത്തിലേക്ക് നയിക്കാം, നിങ്ങൾക്ക് അവരെ വെള്ളം കുടിപ്പിക്കാൻ കഴിയില്ല എന്നാണ് നെതന്യാഹു പറഞ്ഞത്. നിങ്ങളുടെ വിധി നിങ്ങൾ കൈകളിലെടുക്കണം.
ഇറാനിലെ ജനങ്ങളോട് നെതന്യാഹുവിന്റെ അഭ്യർത്ഥന. ഇറാനിൽ ഒരു ഭരണമാറ്റത്തിനുള്ള സാധ്യതകളാണ് നെതന്യാഹു വിശദീകരിച്ചത്. ഇറാൻ ജനതയ്ക്ക് തെരുവിലിറങ്ങാൻ ആവശ്യമായ ഇടം നൽകാനുള്ള യുദ്ധമുറകൾ ഞങ്ങൾ അവലംബിക്കുന്നു. വ്യോമാക്രമണങ്ങൾ ഉൾപ്പെടെ ആ രാജ്യത്ത് അതിനുള്ള സാഹചര്യം ഞങ്ങൾ സൃഷ്ടിക്കും. നമ്മൾ റവല്യൂഷണറി ഗാർഡുകൾക്കും അവരുടെ ബാസിജിനും അവരുടെ തെരുവ് സേനകൾക്കും അവരുടെ ചെക്ക് പോയിന്റുകൾക്കും നേരെ തകർപ്പൻ പ്രഹരങ്ങൾ ഏൽപ്പിക്കും. ഇനിയും കൂടുതൽ ആക്രമണങ്ങൾ വരാനിരിക്കുന്നു. എന്നാൽ ഇറാനിയൻ ജനതയാണ് ഭരണകൂടത്തെ അട്ടിമറിച്ച് ഭരണം കയ്യിലെടുക്കേണ്ടത്. ഇതിനിടയിൽ ഇറാന് വലിയ തോതിൽ റഷ്യൻ പിന്തുണ കിട്ടുന്നുണ്ട് എന്ന് ലോകം സംശയിക്കുന്ന പ്രത്യേകിച്ച് ട്രംപും. ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും അതിശക്തമായ യുദ്ധം നയിക്കുമ്പോൾ മറുവശത്ത് നേട്ടം കൊയ്യുകയാണ് റഷ്യ. എണ്ണവില ഉയർന്ന സാഹചര്യത്തിൽ പരമാവധി നേട്ടം കൊയ്യാനുള്ള ശ്രമം പുതിൻ നടത്തുന്നു. ഹോർമുസ് കടലിടുക്കിൽ വലിയ തോതിൽ ഇറാന് സഹായം നൽകുന്നത് റഷ്യയാണ് എന്ന് അമേരിക്ക ഇപ്പോൾ ഉറപ്പിക്കുന്നു. വലിയ തോതിൽ മൈനുകൾ നിക്ഷേപിക്കുന്നതും ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്നതിനും പിന്നിൽ റഷ്യൻ സാങ്കേതികവിദ്യ. യുക്രൈൻ ആക്രമണങ്ങളിൽ വലിയ തോതിൽ ഡ്രോണുകൾ ഉപയോഗപ്പെടുത്തിയിരുന്നു റഷ്യ. സമാനമായ തലത്തിലാണ് ഇപ്പോൾ ഇറാൻ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ ശക്തിപ്പെടുത്തുന്നത്. സാങ്കേതികവിദ്യ പരമാവധി ഇറാന് കൈമാറി അമേരിക്കയ്ക്കും ഇസ്രയേലിനുമൊക്കെ സമ്മർദ്ദമൊരുക്കുകയാണ് റഷ്യയുടെ തന്ത്രം. ഇതുവഴി യുക്രൈന് മേലുള്ള സമ്മർദ്ദവും ശക്തിപ്പെടുത്തുക. റഷ്യയുടെ പിന്തുണയില്ല എങ്കിൽ ഇറാന് ഇത്രയധികം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് അമേരിക്കയും ഇസ്രയേലും കണക്കുകൂട്ടുന്നു. ഇന്ധനം നിറയ്ക്കാൻ പോയൊരു വിമാനം ഇറാഖ് ആകാശത്ത് കൂട്ടിയിടിക്കുകയും പിന്നീട് നിലംപൊത്തുകയും ചെയ്തത് അമേരിക്കയെ കൂടുതൽ പരിഭ്രമിപ്പിക്കുന്നു. ഇറാഖിന്റെ വ്യോമമേഖലയിൽ വെച്ച് ഒരു ഡ്രോൺ ആക്രമണത്തിൽ ഫ്രഞ്ച് സൈനികൻ കൊല്ലപ്പെട്ടു. സംഘർഷം 13ാം ദിവസത്തിലേക്ക് കടന്നപ്പോഴാണ് ഇറാനെതിരെയുള്ള സൈനിക നടപടിയിൽ ഏർപ്പെട്ടിരുന്ന ഒരു അമേരിക്കൻ വിമാനം പടിഞ്ഞാറൻ ഇറാഖിൽ താഴെ വീണത്. വിമാനം തങ്ങൾ ആക്രമിച്ചുവെന്നാണ് ഇറാഖ് മിലിഷ്യകൾ പറയുന്നത്. എന്നാൽ ഇത് അമേരിക്ക അംഗീകരിക്കുന്നില്ല. 3 ക്രൂ അംഗങ്ങളുള്ള ഇന്ധനം നിറയ്ക്കുന്ന ഒരു വിമാനമാണ് ഇറാഖിന്റെ ആകാശത്ത് വെച്ച് താഴേക്ക് പതിച്ചത്. KC-135 ടാങ്കർ വിമാനം. ഇറാഖിലെ കുർദിസ്ഥാനിൽ ഒരു സംയുക്ത താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിലാണ് ഫ്രഞ്ച് സൈനികൻ കൊല്ലപ്പെട്ടത്. ഇറാൻ സൈനിക പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ വ്ളാദിമിർ പുതിന്റെ മറഞ്ഞിരിക്കുന്ന കൈകളുണ്ട് എന്ന സംശയം അമേരിക്കയ്ക്ക് ശക്തം. ബ്രിട്ടീഷ് സൈനികർക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയ ഇറാനെ പിന്തുണച്ച ക്രെംലിനെ യൂറോപ്യൻ യൂണിയൻ തള്ളിപ്പറയുന്നു. ഇറാന്റെ തന്ത്രങ്ങൾക്ക് പിന്നിലും അവരുടെ കഴിവുകൾക്ക് പിന്നിലും പുതിന്റെ മറഞ്ഞിരിക്കുന്ന കൈകളുണ്ട് എന്ന് യൂറോപ്യൻ യൂണിയൻ കുറ്റപ്പെടുത്തുന്നു. റഷ്യ യുക്രൈനിലേക്ക് 60,000 ഡ്രോണുകൾ ആക്രമണത്തിനായി ഉപയോഗിച്ചു. അന്ന് റഷ്യയും ഇറാനും തമ്മിലുള്ള ആക്രമണ അച്ചുതണ്ട് നമ്മൾ കണ്ടു. ഇറാന്റെയും ഇതേ തന്ത്രങ്ങളാണ് ഇപ്പോൾ ലോകം കാണുന്നത്. ഈ രാജ്യങ്ങൾ തങ്ങളുടെ അയൽക്കാരെ ഭീഷണിപ്പെടുത്താൻ ഒരുമിച്ച് തന്ത്രങ്ങൾ മെനയുന്നു. എണ്ണവില കുതിച്ചുയരുന്നതിന് മുൻപ് യുക്രൈൻ യുദ്ധത്തിനുള്ള ഫണ്ട് കണ്ടെത്താൻ റഷ്യ പാടുപെടുകയായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി ലോട്ടറി അടിച്ചതിന് സമാനമാണ് റഷ്യയുടെ സ്ഥിതി. ബാരലിന് $60 നിന്ന് $100 കൂടുതലായി വില വർദ്ധിച്ചിരിക്കുന്നു. ഇറാനിയൻ ഡ്രോണുകളും അവയുടെ പറക്കൽ രീതികളും പരിശോധിക്കുമ്പോൾ റഷ്യൻ സഹായം ഇറാൻ ഇപ്പോഴും ലഭിക്കുന്നുണ്ട് എന്നാണ് അമേരിക്കയുടെ സംശയം. സാധാരണ ഡ്രോണുകൾ പറക്കുന്നതിനേക്കാൾ വളരെ താഴ്ന്നു പറന്ന് ഇന്റർസെപ്ഷൻ വെല്ലുവിളി അതിജീവിക്കുന്ന ഡ്രോണുകളാണ് ഇറാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതിശക്തമായ ആക്രമണങ്ങൾക്ക് ശേഷവും ഇപ്പോഴും തകരാതെ നിൽക്കുന്ന ഇറാൻ ഭരണകൂടം. അവരിപ്പോഴും ഇറാഖ്, കുവൈറ്റ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ബഹ്റിൻ, ഒമാൻ എന്നീ രാജ്യങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ തുടരുന്നു. സമൂഹ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളുമൊക്കെ ഒരാശങ്ക പങ്കുവയ്ക്കുന്നു. യുഎസിന്റെ കടലിലെ പടുകൂറ്റൻ യുദ്ധനഗരം USS എബ്രഹാം ലിങ്കൺ യുദ്ധമുഖത്ത് നിന്ന് പിന്തിരിഞ്ഞോ? അമേരിക്കയുടെ ഏറ്റവും കരുത്തുറ്റ വിമാനവാഹിനി കപ്പലാണ് USS എബ്രഹാം ലിങ്കൺ. ഈ വിമാനവാഹിനി കപ്പലിന് നേർക്ക് ആക്രമണം നടത്തി എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് കപ്പലിനെ ആക്രമിച്ചുവെന്നും തകർത്തുവെന്നും ഇറാൻ അവകാശപ്പെടുന്നു. ഒടുവിൽ കപ്പൽ പിന്തിരിഞ്ഞോടിയെന്നാണ് ഇറാന്റെ അവകാശവാദം. എന്നാൽ ലിങ്കൺ സ്ട്രൈക്ക് ഗ്രൂപ്പിന് തൊട്ടടുത്തെത്തിയ ഇറാനിയൻ കപ്പലിന് നേർക്ക് അമേരിക്കൻ നാവികസേന വെടിയുതിർത്തുവെന്നാണ് പെന്റഗൺ വൃത്തങ്ങൾ പറയുന്നത്. ഇറാന്റെ സമുദ്രാതിർത്തിയിൽ നിന്ന് ഏകദേശം 340 കിലോമീറ്റർ അകലെ ഒമാൻ കടലിൽ വെച്ച് USS എബ്രഹാം ലിങ്കണെ തങ്ങൾ ആക്രമിച്ചു എന്ന് ഇറാൻ അവകാശവാദം ഉന്നയിച്ചു. മിസൈലുകളെ ഏറ്റതിന് പിന്നാലെ US യുദ്ധക്കപ്പലുകൾ പ്രദേശം വിട്ട് അതിവേഗം പലായനം ചെയ്തുവെന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ ഇറാൻ വിക്ഷേപിച്ച മിസൈലുകൾ
വിമാനവാഹിനി കപ്പലിന്റെ പരിസരത്ത് പോലും എത്തിയില്ല എന്ന് പെന്റഗൺ പറയുന്നു. വിമാനവാഹിനി കപ്പലിന്റെ ലോണ്ടറി റൂമിൽ ഒരു തീപിടുത്തമുണ്ടായതായി അമേരിക്ക സ്ഥിരീകരിച്ചു. എന്നാൽ തീ പെട്ടെന്ന് നിയന്ത്രണ വിധേയമാക്കി എന്നും അമേരിക്ക പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിൽ ഒന്നാണ് USS എബ്രഹാം ലിങ്കൺ. അതിന്റെ വലുപ്പവും കരുത്തും അമ്പരപ്പിക്കുന്നത്. ഒരു ചെറുനഗരത്തിന് തുല്യമാണ് ഇതിന്റെ സൗകര്യങ്ങൾ. 1,00,000 ടണ്ണിലധികം ഭാരം. ഈ കൂറ്റൻ കപ്പലിന് 332.8 മീറ്ററാണ് നീളം. ഒരേ സമയം 90 വിമാനങ്ങളെയും ഹെലികോപ്റ്ററുകളെയും വഹിക്കാനുള്ള ശേഷി ഇതിനുണ്ട്. ലക്ഷക്കണക്കിന് ഗാലൻ വിമാന ഇന്ധനവും മാരകമായ ആയുധശേഖരവും കപ്പലിലുണ്ട്. USS പ്രൂവൻസ്, USS മൈക്കൽ മർഫി തുടങ്ങിയ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകൾ ഈ കപ്പലിന്റെ സംരക്ഷണത്തിനുമുണ്ട്. പരസ്പരം അവകാശവാദങ്ങൾ ഇരുകൂട്ടരും ഉന്നയിക്കുന്നു. പക്ഷേ അപ്പോഴും ഒരു യാഥാർത്ഥ്യം നമുക്ക് മുന്നിൽ. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്നു. മറുവശത്ത് ഇപ്പോഴും തങ്ങളുടെ ശത്രുക്കൾക്ക് നേരെ കൃത്യതയോടെ മിസൈലുകൾ തൊടുക്കാനും ഡ്രോൺ ആക്രമണം നടത്താനും ഇറാന് കഴിയുന്നു. ഭയാനകമായ ആക്രമണങ്ങളിലേക്ക് അമേരിക്കയും ഇസ്രയേലും മറുവശത്ത് കടക്കുന്നു. ഇറാനിൽ 10,000-ലധികം ബോംബുകളാണ് ഇതുവരെ ഇസ്രയേലും അമേരിക്കയും വർഷിച്ചത്. എന്നിട്ടും തിരിച്ചടിക്കാൻ അവർ കെൽപ്പോടെ നിൽക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.